ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. In the name of Allah, the Beneficent, the Merciful. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Alhamdulillahi wa kafa. As-salatu was-salamu ala nabiyyil Mustafa wa ala alihi wa ashabihi ashrafa. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Iqra' bismi rabbikal ladhi khalaq. Khalaqal insana min 'alaq. Iqra' wa rabbukal akram. Alladhi 'allama bil qalam. അല്ലമൽ ഇൻസാന മാ ലം യഅലം. പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ മുറുസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഗ സബ്അ സിനീന വഇദാ ബലഗ 10 സിനീന ഫദ്രിബൂഹും അലൈഹ കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി സഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ മദ്രസയിലെ ഉസ്താദുമാരെ, വിദ്യാർത്ഥിനികളെ, എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളെ, സുദീർഘമായി സംസാരിക്കാൻ ഈയുള്ളവൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മുടെ മദ്രസ കഴിഞ്ഞ ജൂൺ 10 മുതൽ ആരംഭിച്ച ക്ലാസ്സാണ്. എല്ലാവർക്കും അറിയാം. ഒരു പൊതുജനങ്ങളെല്ലാം ഈ ക്ലാസ്സിനെ വളരെയധികം നല്ല നിലയിലാണ് ഇതിനെ കണ്ടുവരുന്നത്. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഈ ഒരു സംരംഭം നീണ്ടുപോകുക എന്ന് കണ്ടപ്പോൾ ഓൺലൈൻ വഴി നടക്കുന്ന ഈ ക്ലാസ് ജൂൺ 10 ആരംഭിച്ചതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. സുന്നി വിദ്യാഭ്യാസ ബോർഡ് മാത്രമല്ല, വിദ്യാഭ്യാസ മറ്റു ഏജൻസികൾ എല്ലാം ഓൺലൈനിലൂടെയാണ് ഇന്ന് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് മാസങ്ങളോളം നിലച്ചു പോയാൽ നമ്മുടെ മക്കൾ ധാർമ്മികമായി പിഴച്ചു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം നാളെ റബ്ബിൻ്റെ മുന്നിൽ ഓരോ പാരൻസും ഈ ദീനിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരും നമ്മുടെ പൂർവികരായ ആലിമുകളും നമ്മുടെ സംസ്ഥയും എല്ലാം ഇതിന് നാളെ റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്ന കാര്യം നമുക്ക് സംശയമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു ക്ലാസ് ജൂൺ 10 മുതൽ ആരംഭിച്ചു. ഓൺലൈനിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡ് വളരെയധികം പാടുപെട്ട് വളരെയധികം കാശ് ചെലവഴിച്ച് ട്രെയിനിങ്ങിൽ ഏറ്റവും നിപുണരായ ഉസ്താദുമാർ ഒരുപാട് ആളുകളുടെ മുന്നിൽ വെച്ച് ക്ലാസ് എടുത്ത് ആ ക്ലാസ് കുറ്റമറ്റ രീതിയിൽ എഡിറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിലെത്തുമ്പോൾ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം ഇതിൻ്റെ പിന്നിൽ സാമ്പത്തികമായും ശാരീരികമായും ഒരുപാട് ത്യാഗങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഈ പാരൻസുകളായ നമുക്ക് വളരെ വ്യക്തമാണ്. നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ അറിയുന്നൊരു വിഷയമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ക്ലാസ് എഡിറ്റ് ചെയ്ത് വിടാൻ ഇപ്പോൾ നമ്മുടെ ഉസ്താദന്മാർക്കൊക്കെ അറിയാം ഒരുപാട് സാമ്പത്തിക ചെലവ് അതിൻ്റെ പിന്നിലുണ്ട്. ഈ ചിലവൊക്കെ വഹിച്ച് വിദ്യാഭ്യാസ ബോർഡ് ഇത് നമ്മുടെ മുന്നിലെത്തിക്കുമ്പോൾ ഉസ്താദുമാർ ഏത് സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഉസ്താദുമാരോട് ബന്ധപ്പെടാം. ഞങ്ങളെ ക്ലാസ്സിനെ കുറിച്ച് ഞങ്ങൾക്കിന്ന് ക്ലാസ് കിട്ടിയില്ല, അതല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ സദർ ഉസ്താദുമായി പങ്കുവെച്ചാൽ അദ്ദേഹം അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരും. അപ്പോൾ വീട്ടിലിരുന്ന് നമ്മുടെ കുട്ടികൾ ഈ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇതിന് ഓൺലൈനിൻ്റെ സംവിധാനം രക്ഷിതാക്കളായ നാം ചെയ്തു കൊടുക്കേണ്ടി വരും.
ആ സമയത്ത് 1-ാം ക്ലാസ്സിലെ കുട്ടി 2-ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ ആണെങ്കിൽ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ അനുജനോ ആരെങ്കിലും ഈ ക്ലാസ് കേൾക്കുന്ന കുട്ടിക്ക് ഇതൊരു സംവിധാനം, ജ്യേഷ്ഠന്മാരോ ആരെങ്കിലും ഈ കുട്ടിക്ക് ഇത് തുറന്നു കൊടുക്കുകയോ ഇതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് 1-ാം ക്ലാസ് ആണെങ്കിൽ ഈ 1-ാം ക്ലാസ്സിലെ കുട്ടി ഇന്ന് എന്താണ് ഓൺലൈനിലൂടെ കേട്ടത്, ഈ കേട്ടത് നാളേക്ക് എന്താണ് ഈ കുട്ടിയോട് ഹോംവർക്ക് നിർദ്ദേശിച്ചത് എന്ന് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടിയല്ലേ, ഓർമ്മയില്ലാതെ പോകും. അപ്പോൾ 1-ാം ക്ലാസ് 2-ാം ക്ലാസ് പോലെയുള്ള ക്ലാസ്സുകളിലൊക്കെ ഈ പാരന്റ് കൂടെ ഇരുന്ന് കൊടുക്കൽ അത്യാവശ്യമാണ്. എന്നെങ്കിലേ നമ്മുടെ കുട്ടികൾ നാളെ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ദീനീ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കൽ പാരന്റായ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണല്ലോ മുറുസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഗ 7 സിനീന വഇദാ ബലഗ 10 സിനീന ഫദ്രിബൂഹും അലൈഹ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്കൊക്കെ അറിയാം. എന്താണിത്? 7 വയസ്സായാൽ നമ്മുടെ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തതിന്റെ പേരിൽ നാം ഈ കുട്ടിയെ അടിക്കുകയും വേണമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മറ്റാരോടുമല്ല, സ്വന്തം മക്കളെ കുറിച്ച് നിയന്ത്രിക്കാൻ നമ്മളോടാണ് പറഞ്ഞത്. അപ്പോൾ ഈ പാരന്റുകളായ നാം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ല എങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ ഈ കുട്ടികൾ നമുക്ക് കേടായി സാക്ഷി നിൽക്കുമെന്ന ഈ ഒരു ദുരവസ്ഥ നമുക്കൊക്കെ ഓർമ്മയിൽ വേണം. നമുക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഈ 6 മാസക്കാലമായി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓൺലൈൻ ക്ലാസിന്റെ ഒരു പരീക്ഷയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന 14, 15, 16, 17 തീയതികളിൽ നമുക്ക് അരക്കൊല്ല പരീക്ഷ നടത്തുകയാണ്. എല്ലാ കൊല്ലവും നടത്തുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഈ പരീക്ഷ നടത്തുന്നത്. എന്താണ് വ്യത്യാസം? എല്ലാ പ്രാവശ്യവും ഫിസിക്കലായി എന്ന് പറഞ്ഞാൽ മദ്രസയിൽ വെച്ചുകൊണ്ട് കുട്ടികൾ എഴുതാനുള്ള സംവിധാനത്തോടു കൂടെ കുട്ടികൾ വരികയും മറ്റു കുട്ടികൾ ഉത്തരം നോക്കാൻ പറ്റാത്ത രീതിയിൽ ഉസ്താദുമാർ കുട്ടിയെ വിട്ടിരുത്തി പരീക്ഷ അതിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തിക്കൊണ്ട് ഉസ്താദുമാർ ഈ പരീക്ഷ നടത്തുകയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ പരീക്ഷയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ കുട്ടികളെ പരീക്ഷ നടത്തുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ കുട്ടിക്ക് പരീക്ഷ നടത്തുന്നത് ഞാൻ തന്നെയാണ്. അപ്പം ഇവിടെ ഫിസിക്കലായി നടക്കുമ്പോഴും സ്വന്തം വീട്ടിൽ നിന്ന് നടക്കുമ്പോഴും ഇവിടെ ഒരു കാര്യക്ഷമത പ്രത്യേകിച്ച് ഉറപ്പുവരുത്തൽ നമുക്ക് അത്യാവശ്യമാണ്. കാരണം നേരത്തെ ഉസ്താദ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, എൻ്റെ കുട്ടി ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അതിയായ മോഹം ഉണ്ടാകുന്നത്. കാരണം നിങ്ങൾ സിറാജുൽ ഹുദ മദ്രസയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പഠന നിലവാരം മെച്ചമുള്ള മദ്രസയാണ് എന്ന് നമുക്ക് നമ്മുടെ ഇൻസ്പെക്ഷനിലൂടെ കുട്ടികളെ വാട്സപ്പിലൂടെയുള്ള വിസിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ പരീക്ഷന്റെ കൂടെ നിങ്ങൾക്കൊരു സർക്കുലറും തന്നിട്ടുണ്ട്. ഈ സർക്കുലറിലുണ്ട് എങ്ങനെയാണ് നാം പരീക്ഷ നടത്തേണ്ടത് എന്ന്. അതായത് പരീക്ഷയുടെ കാര്യക്ഷമത നാം ഉറപ്പുവരുത്തുന്ന പരീക്ഷയുടെ അല്പം മുമ്പ് നമ്മുടെ ക്വസ്റ്റ്യൻ പൊട്ടിച്ച് ആ ക്വസ്റ്റ്യൻ മദ്രസയിലെ ഉസ്താദ് പരീക്ഷ നടത്തുന്നത് പോലെ തന്നെ നാം ഇത് കുട്ടിക്ക് കൊടുക്കുന്നു. കുട്ടി പുസ്തകങ്ങളൊക്കെ മാറ്റിവെച്ച് കുട്ടി പരീക്ഷയ്ക്ക് റെഡിയായി സാധാരണ മദ്രസയിൽ വരുന്നത് പോലെ പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടി റെഡിയാകുന്നു. എന്നിട്ട് കുട്ടി ഹാർബോർഡ് പോലത്തെ വെച്ച് എഴുതാൻ പറ്റുന്ന സാധനങ്ങൾ മുന്നിൽ വെച്ച് നോക്കി എഴുതാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും കുട്ടിയുടെ മുന്നിൽ നിന്ന് മാറ്റിവെച്ച് വ്യക്തമായി ഈ കുട്ടി പരീക്ഷ എഴുതുന്നു. കുട്ടിക്ക് ക്വസ്റ്റ്യൻ അങ്ങോട്ട് തുറന്നു കൊടുത്ത് ഈ കുട്ടി എന്താക്കുന്നു, പരീക്ഷ എഴുതി നല്ല രീതിയിൽ ഈ കുട്ടിയെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുട്ടി പരീക്ഷ എഴുതിയാൽ ഞാൻ ഉത്തരം പറഞ്ഞു കൊടുത്ത് ഒരു നിലക്കും സഹകരിക്കാത്ത രീതിയിലാണ് ഈ കുട്ടി പരീക്ഷ എഴുതിയത് എങ്കിൽ ആ പരീക്ഷയുടെ മൂല്യനിർണ്ണയം കഴിഞ്ഞ് അതിൻ്റെ മാർക്ക് നമ്മുടെ കയ്യിലെത്തുമ്പോൾ എനിക്ക് ആശ്വസിക്കാം, എൻ്റെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ എൻ്റെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി യാതൊരുവിധ ഹെൽപ്പും ഉത്തരം പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള യാതൊരുവിധ ഹെൽപ്പും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാതെയാണ് എൻ്റെ കുട്ടി പരീക്ഷ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് യഥാർത്ഥ മാർക്കാണ്. ആ മാർക്കിൽ യാതൊരു കളങ്കവുമില്ല എന്ന് നമുക്ക് സ്വയം അഭിമാനിക്കാം.
അതേ സമയത്ത് ഇതിന് മറിച്ചാണ് ഒരു രക്ഷിതാവ് ചെയ്തത് എങ്കിൽ അതും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മ വരികയാണ്. എന്ത്, ഞാൻ പറഞ്ഞു കൊടുത്ത് സഹകരിച്ചിട്ടുകൊണ്ടാണ് ഈ കുട്ടി പരീക്ഷ എഴുതിയത്. അതുകൊണ്ട് ഈ കുട്ടിയുടെ സ്വയം കഴിവല്ല എന്നും നമുക്ക് വിലയിരുത്താൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തൽ നമ്മുടെ കടമയാണ്. അപ്പോ ആ കാര്യങ്ങൾ നമ്മൾ വളരെയധികം പ്രത്യേകിച്ച് ഈ പരീക്ഷയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് രക്ഷിതാക്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് മറ്റു ഇതര വിദ്യാഭ്യാസ ഏജൻസികളെ പോലെയല്ല. പ്രാക്ടിക്കൽ പഠനം എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. കുട്ടികളുടെ എഴുത്ത്, വായന, കർമ്മം, ശീലം, വേഷം, ഹാജർ, ഇങ്ങനെ ഈ കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുട്ടി ആത്മീയമായി വളരണമെന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡ് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളുടെ നിസ്കാരം നാം അളക്കുന്നു. കുട്ടികളുടെ ആത്മീയമായിട്ടുള്ള പുരോഗതി നാം വിലയിരുത്തുന്നു. ഈ ആത്മീയമായ പുരോഗതിയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നിരന്തരം മാതാപിതാക്കളായ നമ്മുടെ ശ്രദ്ധ ഈ കുട്ടിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കുട്ടി ഈ വിഷയത്തിൽ നിന്നൊക്കെ പുറകോട്ട് പോകും എന്നൊരു കാര്യം നാം സാന്ദർഭികമായി ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. സംസാരിക്കാനുള്ളത് നമ്മുടെ കുട്ടി നമുക്കുള്ള സ്വത്താണ്. അതായത് നാം ഒരു മനുഷ്യൻ ഏത് സമയത്ത് മരിച്ചു പോവുകയാണെങ്കിൽ പോലും നമുക്ക് ആകെ നമ്മുടെ കൂടെ പിന്തുടരുന്നത് നമുക്ക് നമ്മൾ കൊടുത്ത സ്വതട്ടയും അതുപോലെ തന്നെ ജാരിയായ സന്താനവും നാം അധ്വാനിച്ചുണ്ടാക്കിയതായ നാഫിയായ ഇൽമുമാണ്. ഈ 3 സംഗതികൾ മാത്രമാണ് നമ്മളെ 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് നമ്മളെ പിന്തുടരുന്നത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സമ്പത്തുകളോ മറ്റൊന്നും നമ്മുടെ കൂടെ വരുന്നില്ല. ഇവിടെ അടിവരയിടേണ്ട ഒരു വിഷയമുണ്ട്, സ്വാലിഹായ സന്താനം എന്നത്. ഈ സ്വാലിഹായ സന്താനത്തിനെയാണ് നാം വളർത്തിയെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡും അതുപോലെ തന്നെ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും എല്ലാവരും, ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടി, ഓരോ ഉസ്താദുമാരും ഓരോ സെക്കൻഡിലും ചിന്തിക്കുന്നത്, ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടി ആത്മീയമായി വളരണം, ഈ നാടിന് ഉപകരിക്കുന്ന കുട്ടിയാവണം, ഈ വീട്ടുകാർക്ക് ഉപകരിക്കുന്ന കുട്ടിയാവണം, എല്ലാവരോടും സൽസ്വഭാവിയായി മാറുന്ന കുട്ടിയാവണം എന്നാണ് ഓരോ ഉസ്താദുമാരും ചിന്തിക്കുന്നത്. ആ ചിന്തയാണ് സ്വന്തം മാതാപിതാക്കളായ നമുക്കും വേണ്ടത്. കാരണം ഈ കുട്ടികൾ നാളെ റബ്ബിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ എന്നോട് 7 വയസ്സ് സമയമാകുന്നത് വരെ, എന്നോട് 7 വയസ്സിന് ശേഷം എന്നോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചില്ല. 10 വയസ്സായി ഞാൻ കളിയുടെ ആ ഭ്രാന്തിൽ പെട്ടുകൊണ്ട്, ഞാൻ കളിയുടെ ലഹരിയിൽ പെട്ടുകൊണ്ട് ഞാൻ കളിക്കാൻ പോയി. 10 വയസ്സിന് ശേഷവും ഞാൻ നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഒരിക്കലെങ്കിലും എൻ്റെ മാതാപിതാക്കൾ എന്നോട് ചോദിച്ചില്ല എന്ന ഒരു കാര്യം റബ്ബിന്റെ മുന്നിൽ പറയുമ്പോൾ നമുക്കത് തീരാ നഷ്ടമാകും. ഒരു പക്ഷേ ആ ഒരു വാക്ക് നമുക്ക് നരകത്തിൽ പോകാൻ പോലും കാരണമാകുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഈ അവസരത്തിൽ ചിന്തിക്കുന്നത് നിർബന്ധമാണ്. ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഉസ്താദുമാർ എന്തൊന്ന് നമ്മളുടെ കുട്ടികളോട് നിർദ്ദേശിക്കുന്നുവോ ആ നിർദ്ദേശത്തിനനുസരിച്ച് ഒരു കാര്യം നാം ചിന്തിക്കണം. നമ്മുടെ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് ഓരോ രക്ഷിതാക്കളും രക്ഷിതാവും വിദ്യാർത്ഥിയും ഉസ്താദുമാരും പൊതുസമൂഹവും പാരന്റും എല്ലാം ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ഈ അധ്യാപനം, അതുപോലെ തന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്ന ഈ വിദ്യാഭ്യാസം നേടിക്കൊടുക്കുക എന്ന ഈ സംഗതി കുട്ടികൾക്ക് കാര്യക്ഷമമാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഈ തരുണത്തിൽ നിങ്ങളെ ഉണർത്തുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഉസ്താദുമാരുമായി നമ്മുടെ കുട്ടികളെ കാര്യങ്ങളെക്കുറിച്ച് നാം ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം. ഫോണിലൂടെ നാം ബന്ധപ്പെടണം. ഉസ്താദെ, എൻ്റെ മാജിദ എങ്ങനെയുണ്ട്? ഇന്നലെ ഞാൻ ഇവിടുന്ന് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്, അത് മാജിദ അവിടുത്തെ നിന്ന് ഓതി തന്നോ? ഞാൻ ഇന്നലെ ഇവിടുന്ന് ഡിക്റ്റേഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ ഉസ്താദ് നിർദ്ദേശിച്ച, ഓൺലൈനിൽ ഉസ്താദ് നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി എൻ്റെ കുട്ടിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അവനത് വാട്സപ്പിൽ വിട്ട് തന്നോ?
എന്ന് നിരന്തരം നമ്മുടെ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നാം അന്വേഷിച്ചറിയൽ നമുക്ക് ബാധ്യതയാണ്. അപ്പോഴാണ് എൻ്റെ കുട്ടിയെ എൻ്റെ ഉസ്താദ് അപ്പോഴാണ് ഒരു ഉസ്താദിന് ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ മുർഷിദ എന്ന ആ കുട്ടിയുടെ മാതാവ് എന്നോട് വിളിച്ചു, കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചു. നല്ലൊരു മാതാവ്. ആ മാതാവിന് ആ കുട്ടിയെക്കുറിച്ച് ശ്രദ്ധ ഉണ്ടായതുകൊണ്ടാണ് ആ കുട്ടിയെക്കുറിച്ച് എന്നോട് അന്വേഷിച്ചത് എന്ന് ഈ ഉസ്താദിനും അകത്തളത്തിലൊരു ചിന്ത വരികയാണ്. അത് കാരണം ആ കുട്ടിയെ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ ഉസ്താദിന് ഒരു അവസരം ലഭിക്കുകയാണ്. ഇങ്ങനെ ഓരോ കുട്ടിയെക്കുറിച്ചും ഓരോ പാരന്റും ഓരോ സമയത്തും ഇടയ്ക്കിടെ അന്വേഷിക്കുകയും അറിയുകയും കുട്ടിയുടെ പഠന നിലവാരത്തെക്കുറിച്ച് ചോദിക്കുകയും എല്ലാം ചെയ്താൽ മാത്രമേ നമ്മുടെ കുട്ടികൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. പഠന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, പുസ്തകങ്ങൾ, അതുപോലെ തന്നെ സ്ലേറ്റ്. ചില കുട്ടികൾ 1-ാം ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഫിസിക്കലായിട്ട് വരുന്നത് ഈ 6 മാസമല്ലേ ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ. ചില മദ്രസയിൽ മുഫത്തീഷ് കയറി വരുമ്പോൾ ആ കുട്ടികളോട് അടുത്ത് ചെന്നിട്ട്, മോനെ നമുക്കൊരു ഡിക്റ്റേഷൻ എടുക്കാൻ പോവുകയാണ്, എല്ലാവരും സ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ കുറച്ച് കുട്ടികൾ, ഒരു 15 കുട്ടികൾ പഠിക്കുന്ന മദ്രസയാണെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 എന്ത് കൊടുത്തിട്ടുണ്ടാവില്ല, സ്ലേറ്റ് ഉണ്ടാവില്ല, പെൻസിൽ ഉണ്ടാവില്ല. അപ്പൊ എന്താ ഇതിന്റെ സംഭവം? ഒരു 1-ാം ക്ലാസ്സിലെ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ കുട്ടിയെ ഒന്ന് മദ്രസയിൽ പറഞ്ഞയക്കാൻ നമുക്ക് ഒരു എത്ര പണിയുടെ തിരക്കാണെങ്കിൽ ആ കുട്ടി വരുന്ന സമയത്തെങ്കിലും ആ കുട്ടിയെ ഒന്ന് അണിഞ്ഞൊരുങ്ങി, കുട്ടി പുസ്തകം എടുത്തിട്ടുണ്ടോ, സ്ലേറ്റ് എടുത്തിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തൽ മാതാപിതാക്കളായ നമ്മുടെ കടമയാണ്. ഒരു 1-ാം ക്ലാസ്സിലെ കുട്ടിയാകുമ്പോൾ ചിലപ്പോൾ അത് മറന്നുപോരും. അപ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ വേണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓൺലൈനിലാണ് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും ഉസ്താദുമാർ കറക്റ്റായിട്ട് ഇവിടെ ഹാജർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാനത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഉസ്താദുമാർക്ക് ഒരു നിർബന്ധമുണ്ട്, എന്ത്? അവർ ക്ലാസ് കേട്ട കുട്ടികൾക്ക് മാത്രമേ ഹാജരിടാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. ഇപ്പം നമ്മൾ ഫിസിക്കലായിട്ട്, അതായത് ഓഫ്ലൈനിൽ മദ്രസയിൽ കുട്ടി വന്ന് പഠിക്കുന്ന സമയമാണെങ്കിലും ഈ കുട്ടി ഇവിടെ വന്നാൽ മാത്രം കുട്ടി ഹാജരെടുക്കുന്ന സമയത്ത് ഹാജർ എന്ന് പറഞ്ഞാൽ മാത്രമാണ് കുട്ടിയുടെ ഹാജർ രേഖപ്പെടുത്തുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യണം. ഈ കുട്ടി ക്ലാസ് കഴിഞ്ഞ് ഗ്രൂപ്പിൽ ഞാൻ ഇന്ന് ക്ലാസ് കേട്ടു അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക്. ഇപ്പൊ ചില മദ്രസയിൽ ഉസ്താദുമാർ ചെയ്യുന്നത് ക്ലാസ് കേട്ടു എന്നാണ് പറഞ്ഞാൽ പോരാ, ഇന്ന് ഓതിയ ആ ഭാഗം ഒന്നാണ് ഓതി കൊടുക്കുമ്പോൾ ഉസ്താദ് മനസ്സിലാക്കുക, ഇന്നിപ്പോ വ്യാഴാഴ്ച ഹുറൂഫിൽ ഇന്ന പാഠം, ഓക്കെ, അപ്പൊ ഇവൻ ക്ലാസ് കേട്ട് എന്നതിന് തെളിവാണത്. ഇന്നത്തെ ആ ഭാഗം തന്നെയാണ് ഓതി തന്നത്. അപ്പൊ ഇവൻ ക്ലാസ് കേട്ടു എന്നതിനുള്ള തെളിവായി. അതേസമയത്ത് ചില കുട്ടികൾ ക്ലാസിന്റെ സമയത്ത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇതിപ്പോ ഗ്രൂപ്പിൽ അങ്ങോട്ട് കേട്ടു എന്ന് പറഞ്ഞാലും അത് അങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റൂല. എന്തെങ്കിലും ഒരു രേഖ, അപ്പൊ ആ രേഖയാണെന്ത്? അതല്ലെങ്കിൽ ഇന്ന് അറബി മലയാളത്തിൽ ഇത്രയും വാക്കുകൾ 4-ാം ക്ലാസ്സിൽ എഴുതാൻ വേണ്ടി പറഞ്ഞു. ആ എഴുതിയത് ഉസ്താദിന് ഗ്രൂപ്പിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഉസ്താദ്, ഇത് ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങളോട് എഴുതാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ കുട്ടി ഇന്ന് ക്ലാസ് കേട്ടു എന്നതിന് ഉറപ്പായി. ക്ലാസ് കേൾക്കണം അതേ സമയത്ത് 7 to 9 അതല്ലെങ്കിൽ 7 to 7:30 ഇങ്ങനെ നിർബന്ധമില്ല. ഏത് സമയത്തും നമ്മൾ ആ ലിങ്കിൽ, ഓരോ ക്ലാസ്സിന് സെപ്പറേറ്റ് ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ അങ്ങോട്ട് വിരൽ വെച്ച് കൊടുത്താൽ ആ ലിങ്ക് അങ്ങോട്ട് ഓപ്പൺ ആവും. ഇപ്പൊ നമുക്ക് രാത്രി ആവുന്നവർക്ക് എപ്പോഴും കേട്ടാൽ പോരോ, ഇന്നത്തെ ക്ലാസ് ഇന്ന് തന്നെ കേൾക്കണം, അല്ലെങ്കിൽ പിന്നെ നാളത്തെ ക്ലാസ് പെൻഡിങ് ആവും. അപ്പൊ ഇന്ന് നടക്കുന്ന ക്ലാസ് ഇന്ന് തന്നെ കേൾക്കണം, പിന്നെ നാളത്തെ ക്ലാസ് വരും. അപ്പൊ ഹാജർ ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. പരീക്ഷയുടെ 5 മിനിറ്റ് മുമ്പ് നാം അരക്കുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പൊട്ടിക്കുന്നു. മദ്രസയിൽ വെച്ച് പരീക്ഷ നടക്കുന്നത് പോലെ തന്നെ വളരെ കറക്റ്റായിട്ട് പരീക്ഷ നടക്കുന്നു. എൻ്റെ കുട്ടി വിജയിക്കൽ എൻ്റെ ആവശ്യമാണ്, എനിക്ക് അഭിമാനമാണ്. എന്നാൽ പോലും നമ്മുടെ പരീക്ഷയിൽ നാം കളങ്കം ചേർത്തുകൂടാ. വിദ്യാഭ്യാസ ബോർഡ് പാരന്റായ നമ്മുടെ വിശ്വാസം കണക്കിലെടുത്താണ് അങ്ങനെ ഒരു പരീക്ഷ നമുക്ക് നിങ്ങളുടെ വീട്ടിൽ ഉസ്താദുമാരെ എത്തിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളൂ? 14-ാം തീയതി ടൈം ടേബിൾ നിങ്ങൾക്ക് തന്ന സർക്കുലറിന്റെ പുറത്ത് ഓരോ ദിവസവും നടക്കേണ്ട ടൈം ടേബിൾ വളരെ വ്യക്തമായിട്ടുണ്ട്. ആ വ്യക്തമായിട്ടുള്ള ടൈം ടേബിൾ പ്രകാരം അല്ലാത്ത ക്വസ്റ്റ്യൻ ഒരിക്കലും പുറത്തു വരരുത്. നാളെ നടക്കേണ്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഇന്ന് പുറത്തു വരരുത്. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും അല്ലെ, നാളെ നടക്കേണ്ട പരീക്ഷ ഏതാണ്, 14-ാം തീയതി ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നടക്കേണ്ട പരീക്ഷ ഏതാണ് എന്ന് വളരെ കറക്റ്റായിട്ട് നമ്മൾ ഇതിലുണ്ട്. 7 മണി മുതൽ 9 മണി വരെ 1-ാം ക്ലാസ്സിന് നടക്കേണ്ട പരീക്ഷ ദുറൂസുൽ ഇസ്ലാമാണ്. അത് ആ ക്വസ്റ്റ്യന്റെ പുറത്ത്, കവറിന്റെ പുറത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. 7 to 9 1-ാം ക്ലാസ് ദുറൂസ് അല്ലെ, അങ്ങനെ വളരെ വ്യക്തമായിട്ടുണ്ട്. 2-ാം ക്ലാസ്സിലും ദുറൂസ്, 3-ാം ക്ലാസ്സിൽ അക്കായിദ്,
4ാം ക്ലാസ്സിലും അന്ന് 4ാം ക്ലാസ്സിൽ അന്ന് പരീക്ഷ ഇല്ല, രാവിലെ 2ാം നേരം ഉണ്ട് അല്ലേ? അതായത് 10 to 12 വരെ ഉള്ള സമയത്തുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇത് നോക്കാൻ അറിയില്ല എങ്കിൽ ഉസ്താദ്മാരോട് വിളിച്ചു ചോദിച്ചാൽ ഉസ്താദ്മാർ വളരെ കറക്റ്റായിട്ട് അതിന് മറുപടി നിങ്ങൾക്ക് തരും. അപ്പൊ ഒരിക്കലും പരീക്ഷയുടെ കാര്യക്ഷമത കോട്ടം വരാത്ത നിലക്ക് തന്നെയാവണം നമ്മുടെ പരീക്ഷ നടക്കുന്നത്. ഇതിപ്പോ എല്ലാ ക്ലാസ്സിലും പരീക്ഷ നടക്കുന്നുണ്ട്. ഇപ്പോ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസ്സിൽ pre-KG, LKG പോലത്തെ എല്ലാ ക്ലാസ്സുകളിലും ഇതേ സമയത്ത് ഈ പരീക്ഷകൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ മദ്രസയിൽ ഇപ്പൊ LKG UKG ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അതുള്ളവർക്കൊക്കെ ഇതേപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വീട്ടിൽ വെച്ച് പരീക്ഷകൾ നടക്കുന്നുണ്ട്. അപ്പൊ ആ പരീക്ഷയുടെ കാര്യക്ഷമത നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നും കൂടി കൂട്ടത്തിൽ ഞാൻ പറയുകയും ഞാൻ എൻ്റെ വിഷയങ്ങൾ നിർത്തുകയാണ്. പിന്നെ അപ്പോ കുട്ടികളെ മദ്രസയിൽ അയക്കുന്ന കാര്യം, ഓൺലൈൻ ക്ലാസ് ശ്രദ്ധിക്കുന്ന കാര്യം, ഇങ്ങനെ പരീക്ഷയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്ന കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഉസ്താദുമാരുമായി കുട്ടിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും എൻ്റെ സഫ്വാന് എങ്ങനെയുണ്ട് ഉസ്താദെ, ഞാന് പണ്ടൊക്കെ പള്ളിയിലേക്കൊക്കെ പറഞ്ഞേക്കാൻ പറ്റിയിരുന്നു. ഇപ്പൊ പള്ളിയിലേക്കൊന്നും പറഞ്ഞയക്കാൻ പറ്റാത്ത ഒരു സംവിധാനമാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ എൻ്റെ കുട്ടിയെ ഞാൻ പള്ളിയിൽ അയച്ചിട്ടുണ്ട്, ഓൻ അവിടെ എത്തിയോ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അങ്ങനെ കുട്ടിയുടെ ആത്മീയത നമുക്ക് പരിശോധിക്കാം. അതുപോലെ അസൈൻമെന്റ്, ഇപ്പോൾ 2ാം ക്ലാസ് 1ാം ക്ലാസ് മുതലേ അസൈൻമെന്റ് ചില ഉസ്താദുമാർക്ക് അതല്ലെങ്കിൽ ചില പാരന്റിന് എന്താണ് ഇപ്പൊ ഈ 1ാം ക്ലാസ്സിലെ കുട്ടിയുടെ അസൈൻമെന്റ് എന്നൊരു സംശയമുണ്ട്. അപ്പോ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് അസൈൻമെന്റ് ഉണ്ടാവും. 1ാം ക്ലാസ്സിലെ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയൊരു A4 ഷീറ്റ് ആയിട്ട് സങ്കല്പിക്കുക. ഒരു ലിവ എന്നുള്ള സുഖമായിട്ടൊരു ലിവ ആ കുട്ടി എഴുതുകയാണ്. എന്നിട്ട് ഇതിപ്പം നമ്മൾ ചെയ്തു കൊടുക്കണം ഈ കുട്ടിക്ക് അസൈൻമെന്റ്. എന്നിട്ട് ആ ലിവ എഴുതാനാണോ ആ കുട്ടിയുടെ അസൈൻമെന്റ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ കൊടി വരച്ചു കൊടുത്തിട്ട് ആ കുട്ടിയെ കൊണ്ട് ലിവ ആണ്ട് എഴുതിപ്പിക്കണം അല്ലേ? അല്ലെങ്കിൽ അലമ് പതാക എന്തായാലും ഈ ലിവാഹ് എഴുതിക്കലാണോ ഉദ്ദേശമെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് ചിത്രം വരപ്പിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടി ചിത്രം വരക്കാൻ മുന്നോട്ട് വരികയാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ മുഹമ്മദ് ഷമ്മാസ് ചിത്രം വരക്കാൻ നല്ല ഉഷാറാണ്. ഏത് ചിത്രം വരക്കാൻ പറഞ്ഞാൽ പോലെ അങ്ങനെ വരച്ചോളൂ. അപ്പോ ഹലാലായ ചിത്രങ്ങൾ, ഇപ്പൊ നമ്മൾ ജീവന്റെ ചിത്രങ്ങളൊന്നും നമ്മൾ വരയ്ക്കാൻ പാടില്ല എന്നാണല്ലോ. ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ, ജീവികളുടെ ചിത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു ദർബ് നല്ലൊരു ഗേറ്റ് വരക്കാൻ പറഞ്ഞാൽ കുട്ടി പുസ്തകം നോക്കി ഗേറ്റ് വരക്കും. എന്നിട്ട് ആ പുസ്തകം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ കുട്ടിയോട് ദർബ് എഴുതാൻ പറഞ്ഞാൽ ആ കുട്ടിയുടെ അസൈൻമെന്റ് ആയി. ഇതാണ് ഇപ്പൊ കുട്ടികളുടെ അസൈൻമെന്റിനെ സംബന്ധിച്ചപ്പോ നമുക്ക് പറയാനുള്ളത്. അതുപോലെ ക്ലാസിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് കുട്ടികളുടെ അസൈൻമെന്റ് വരിക. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഉസ്താദ്മാർക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നതും ഉസ്താദ്മാർക്ക് ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പൊ ഈ പഠന സംബന്ധമായിട്ട് അസൈൻമെന്റ് ആവട്ടെ, ഇനി ഇന്റേണൽ എക്സാമിലുള്ള എഴുത്ത്, വായന, കർമ്മം, ശീലം, വേഷം പോലത്തെ എല്ലാ വിഷയങ്ങളിലും ഇപ്പൊ ഉസ്താദ്മാര് നിസ്കാരത്തെ കുറിച്ച് ഇവിടെ അവര് റേറ്റ് സ്കെയില് ഇവിടെ അളക്കുന്നുണ്ട്. എന്റെ കുട്ടി എത്രത്തോളം നിസ്കരിച്ചു അല്ലേ, വിഷയമുണ്ടല്ലോ. അപ്പൊ അതിന് ഇവർക്ക് ഇവിടെ ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ടിൽ ഈ കുട്ടിയുടെ ഓരോ ആത്മീയതയും അളന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് 100-ലൊരു പരീക്ഷയാണ്. ഏത് ഖുർആന്, ഹിഫ്ള്, അഖായിദ, തജ്വീദ്, താരീഖ് പോലെയുള്ള 100-ലൊരു പരീക്ഷയാണ് എഴുത്ത്, വായന, കർമ്മം, ശീലം, വേഷം എന്ന് പറയുന്ന ഇന്റേണൽ എക്സാം. ഈ ഇന്റേണൽ എക്സാം ഈ കുട്ടിയുടെ ശാരീരികമായി കുട്ടി ചെയ്തു വരേണ്ട എല്ലാ വിഷയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരീക്ഷ നടക്കുമ്പോൾ ഇതിന്റെ ചാർട്ടുകളൊക്കെ ഉസ്താദ്മാർ ഹാജരാക്കാൻ വേണ്ടി പറയുമ്പോൾ അത് ഹാജരാക്കി കൊടുക്കുക പരീക്ഷയോടനുബന്ധിച്ച്. ഇനി ഈ പരീക്ഷ കാര്യക്ഷമമായി നടന്നാൽ ഇതിന്റെ വെയിറ്റേജ് ആണ് അടുത്ത പരീക്ഷയ്ക്ക് കിട്ടുന്നത്. വെയിറ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ഈ പരീക്ഷയിൽ കുട്ടിക്ക് എഴുതി കിട്ടിയ മാർക്കിന്റെ 10% മാർക്ക്, ഉദാഹരണം പറയാം, ഒരു 50, ഒരു 45 മാർക്ക് ഈ കുട്ടിക്ക് ഈ പരീക്ഷയിൽ കിട്ടിയെങ്കിൽ ഈ കുട്ടിയുടെ വാർഷിക പരീക്ഷയ്ക്ക് 4.5 എന്ന് പറഞ്ഞ 4.5 മാർക്ക് ഈ കുട്ടിക്ക് വെയിറ്റേജ് ആയിട്ട് ഈ കുട്ടിയുടെ വാർഷിക പരീക്ഷയ്ക്ക് കിട്ടുകയാണ്. ഒരു ഉദാഹരണം പറയാം, ഫിഖ്ഹിൽ ഒരു കുട്ടിക്ക് ജയിക്കാൻ വേണ്ടത് 40 മാർക്കാണ് വാർഷിക പരീക്ഷ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊതുപരീക്ഷ എഴുതുന്ന എൻ്റെ മോന് കിട്ടേണ്ടത് 40 മാർക്കാണ്. കുട്ടി പരീക്ഷ എഴുതി ആകെ ആറ്റി കുറുക്കി വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് കിട്ടിയ മാർക്ക് എത്രയാണ്? 36 മാർക്കാണ്. അപ്പോഴാണ് ഈ കുട്ടിയുടെ ഫിഖ്ഹിന്റെ വെയിറ്റേജ് നോക്കുന്നത്. വെയിറ്റേജ് നോക്കുമ്പോൾ അൽക്കൊല്ല പരീക്ഷയ്ക്ക് ഈ കുട്ടിക്ക് 45 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 36ക്ക് ആ 4.5 മാർക്ക് കിട്ടുകയാണ്. ആ 4.5 മാർക്ക് ഈ 36ക്ക് കിട്ടുമ്പോൾ ഈ കുട്ടി ആരുടെയും ഒത്താശ കൂടാതെ ഈ കുട്ടി അധ്വാനിച്ച മാർക്ക് കൊണ്ട് തന്നെ ഈ കുട്ടി ക്ലാസ് കയറ്റം കിട്ടി. അതാണ് ഏറ്റവും ചുരുങ്ങിയത് വെയിറ്റേജിന്റെ ഉപകാരമെന്ന് നാം ഇവിടെ മനസ്സിലാക്കി. ഞാൻ നിങ്ങളോട് ഒന്നും കൂടി ഊന്നി പറയുന്നു, ഈ
അരക്കൊല്ല പരീക്ഷ കാര്യക്ഷമമായി നാം നടത്തണം. കുട്ടികൾക്ക് ഉത്തരം എഴുതാൻ നമ്മുടെ കാരണം കൊണ്ട് അനർഹമായ ഒരു കുട്ടി, എൻ്റെ കാരണം കൊണ്ട് അനർഹമായ ഒരു കുട്ടി അർഹത നേടുകയോ അർഹതപ്പെട്ടൊരു കുട്ടി അനർഹതമാവുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ് എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പഠനപരമായിട്ടുള്ള കുട്ടികളുടെ ഭാവി കാര്യങ്ങൾക്ക് എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് എങ്കിൽ അതൊക്കെ അതിനു വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ഉസ്താദുമാർ വഴി നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കുകൾക്ക് വിരാമം ഇടുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.